ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അവക്കാഡോ സ്മൂത്തി എങ്ങനെ ഹെൽത്തി വേയിൽ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അവക്കാഡോ ആണ്. അതിനായിട്ട് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലോട്ട് പാലിനായിട്ട് ലാക്ടോസ് ഫ്രീ മിൽക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് മിൽക്ക് അലർജി ഉള്ള മക്കൾക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള മക്കൾക്കും ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഗ്രീക്ക് യോഗർട്ട് ആണ്. ഇത് ഹൈ ഇൻ പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റിന് ഇത് വളരെ നല്ലതാണ്. അടുത്തത് 2-3 ആൽമണ്ട് ഉപയോഗിക്കാം. മധുരത്തിനായി ആവശ്യാനുസരണം തേൻ ഉപയോഗിക്കാം. ആദ്യമായി തന്നെ അവക്കാഡോ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് എടുക്കുക. അവക്കാഡോയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികമാണ്. അതിലുള്ള നല്ല ഫാറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, BP കുറയ്ക്കാനായിട്ട്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തലമുടി വളരാനായിട്ട്, സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, സ്കിന്ന് നല്ല ഗ്ലോ ആക്കാനായിട്ടൊക്കെ അവക്കാഡോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞു മക്കൾക്ക് പോലും അവക്കാഡോ ഫസ്റ്റ് ഫുഡായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. മധുരം ഒന്നും ചേർക്കാൻ ബ്ലാങ്ക് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ മതി. നമ്മുടെ ചാനലിൽ അവക്കാഡോ മക്കൾക്ക് എങ്ങനെ കൊടുക്കാന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ അവക്കാഡോൻ്റെ സീഡ് ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളത്തിൽ വെച്ച് വേര് വെക്കാനായിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അത് വേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നടുന്നതെന്ന്. അവക്കാഡോ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇടുക. അതിനുശേഷം 2-3 ടേബിൾ സ്പൂൺ ഗ്രീക്ക് യോഗർട്ട് അതിലോട്ട് ഇടുക. ഗ്രീക്ക് യോഗർട്ടിൽ ലോ ഫാറ്റ് ആണ്, അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ കാൽസ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ്. അതിലോട്ട് 2-3 ആൽമണ്ട് ഇടുക. ആൽമണ്ടിൻ്റെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അടുത്ത് മിൽക്കാണ് ആഡ് ചെയ്യേണ്ടത്. എന്ത് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആൽമണ്ട് മിൽക്കോ അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ മിൽക്കോ, അതുപോലെ തന്നെ നോർമൽ കൗസ് മിൽക്കോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാക്ടോസ് ഫ്രീ മിൽക്കാണ്. എൻ്റെ മോൻ എക്സിമി ഉള്ളതുകൊണ്ട് തന്നെ വേറെ പാലുകൾക്ക് അവന് അലർജിയാണ്. അതുകൊണ്ട് തന്നെ അലർജി ഉള്ള മക്കൾക്ക് അല്ലെങ്കിൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള മക്കൾക്ക് ഒരു പരിധിവരെ റിയാക്ഷൻസ് തടയാനായിട്ട് ഈ ലാക്ടോസ് ഫ്രീ മിൽക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിലോട്ട് മധുരത്തിനായിട്ട് ഹണി ഉപയോഗിക്കാം. ഹണി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യാനുസരണം ഇടാം. ഇല്ലെങ്കിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യില്ലേ, ആ സമയത്ത് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ അവക്കാഡോ മിൽക്ക് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് സെർവിങ് ആയിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണോ. ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.